അന്നേ ദിവസം ബൈക്കിൽ ഒരു പുരുഷനോടൊപ്പം അതീവ അടുപ്പത്തിൽ ഇരുന്നു പോയ ആ സ്ത്രീയെ കണ്ടപ്പോൾ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും അതിശയത്തോടെയും മുഖം ചുളിച്ചു നോക്കുകയായിരുന്നു. കാരണം എന്തെന്നാൽ ഈ സ്ത്രീക്ക് വേണ്ടി തന്നെയായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഗ്രാമത്തിലെ എല്ലാവരും ഏറെ സഹതാപം പ്രകടിപ്പിച്ചത്. ഇവരുടേത് ഒരു പ്രണയ വിവാഹമായിരുന്നു. ഭർത്താവ് ജോലിക്കായി വിദേശത്തേക്ക് പോയി. എന്നാൽ പിന്നീട് തിരികെ വന്നില്ല. ഭാര്യയെ കാണാനോ എന്താണ് എന്ന് ചോദിക്കാനോ ഒന്നും അദ്ദേഹം തിരികെ എത്തിയില്ല. ഒരു ചെറിയ മകനെയും കയ്യിൽ പിടിച്ച് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന സ്ത്രീയെ കണ്ട് ഗ്രാമക്കാർ പാവം എന്ന് പറഞ്ഞു. കരുണയോടെയായിരുന്നു അവൾ എല്ലാവരും നോക്കിയത്. പക്ഷേ തുടർന്ന് ചില വർഷങ്ങളിൽ ഈ സ്ത്രീയുടെ പെരുമാറ്റം ഗ്രാമക്കാർക്ക് വളരെ വിചിത്രമായി തോന്നി. പല പുരുഷന്മാരോടൊപ്പം വളരെ അടുപ്പത്തിൽ ഇടപഴകുന്ന അവളെ കണ്ടപ്പോൾ എല്ലാവർക്കും വല്ലാത്ത സംശയം തോന്നി. പലരും അവളെക്കുറിച്ച് ചർച്ചകൾ ചെയ്യാൻ തുടങ്ങി. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം അവൾ ബൈക്കിൽ പോയ ആ ഒരു വ്യക്തിയുടെ കൂടെ അവൾ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന ഒരു മകൻ ഉണ്ടായിരിക്കെ യാതൊരു ലജ്ജയും ഇല്ലാതെ ആരുടെയൊക്കെയോ കൂടെ ഇവൾ സഞ്ചരിക്കുന്നു എന്നാണ് ഗ്രാമക്കാർ തമ്മിൽ പറഞ്ഞത്. ഈ ഒരു സാഹചര്യത്തിൽ 2018 ഫെബ്രുവരി മാസം 17 അന്നത്തെ ദിവസം ആ പ്രദേശത്ത് പോലീസ് വാനും ആംബുലൻസും എല്ലാം വളരെ വേഗത്തിലേക്ക് നീങ്ങുന്നത് കണ്ടപ്പോൾ മുഴുവൻ ഗ്രാമവും വല്ലാത്ത ആകാംക്ഷയിൽ ഞെട്ടിപ്പോയി. ആ ആംബുലൻസും പോലീസ് വാഹനവും എല്ലാം നേരെ ചെന്നത് ഞാൻ മുൻപ് പറഞ്ഞ ആ സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു. ആ സ്ത്രീക്ക് എന്തെങ്കിലും സംഭവിച്ചോ, അവൾ എന്തെങ്കിലും ചെയ്തോ, ദുരന്തം എന്തെങ്കിലും ആ വീട്ടിൽ സംഭവിച്ചോ എന്ന് ആളുകളെല്ലാം ആ വീടിന് മുന്നിൽ തടിച്ചു കൂടാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് വല്ലാത്ത ഭയത്തോടും ആശങ്കയോടും കൂടി ആ സ്ത്രീ നിൽക്കുന്നുണ്ട്. തൊട്ടടുത്ത് പോലീസുമുണ്ട്. പോലീസ് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് നാട്ടുകാർ കണ്ടത്. കൂടാതെ ചില ജോലിക്കാർ ആ വീടിനുള്ളിലേക്ക് വളരെ വേഗത്തിൽ കയറി ചെല്ലുന്നുണ്ട്. ആ വീടിന് പിന്നിലെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. അന്നത്തെ ദിവസം ആ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് എന്തിനാണ് പോലീസ് കുഴിച്ച് പരിശോധിച്ചത്? സത്യത്തിൽ അവളുടെ ഭർത്താവ് എവിടേക്കാണ് പോയത്? വിദേശത്തേക്കാണ് പോയതെങ്കിൽ എന്തുകൊണ്ട് ഭർത്താവ് തിരികെ വന്നില്ല? ഇപ്പോൾ പോലീസ് അവളെ അറസ്റ്റ് ചെയ്തത് എന്തിനാണ്? നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറഞ്ഞുപോയ ഒരുപാട് സത്യകഥകൾ തുടർന്നും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. പോകുന്നതിന് മുൻപായി മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് തരിക. കന്യാകുമാരി ജില്ലയിലെ തക്കല എന്ന പ്രദേശം. അവിടെ പേരണവിളை ഗ്രാമവാസികളായ രാജശേഖരൻ, സുധ ഇവർ വർഷങ്ങളായി പ്രണയിച്ചവരാണ്. ഇങ്ങനെ ദീർഘനാളത്തെ പ്രണയബന്ധത്തിന് ശേഷം 2003 ഇവർ വിവാഹിതരായി. തുടക്കത്തിലൊക്കെ ജീവിതം വളരെ സന്തോഷകരമായിരുന്നു. ഒരാൺകുഞ്ഞും അവർക്ക് ജനിച്ചു. പക്ഷെ നാളുകൾ ഇങ്ങനെ കടന്നുപോയപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. സുധ തന്റെ വീട്ടിലെ ചിലവിനായി പണമൊന്നും തികയുന്നില്ല എന്ന് പറഞ്ഞ് ഭർത്താവുമായി തർക്കം തുടങ്ങി. അങ്ങേയറ്റം പ്രശ്നങ്ങൾ നിറഞ്ഞ വീടാണ് എന്ന് അയൽക്കാരൊക്കെ പറയും വിധത്തിൽ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എപ്പോഴും വാക്കു തർക്കങ്ങളായിരുന്നു. ഒരു ഘട്ടത്തിൽ സുധ ഭർത്താവിനോട് പറഞ്ഞത്, നിങ്ങൾ ഇനി നാട്ടിൽ നിൽക്കണ്ട, വിദേശത്ത് പോയി ജോലി ചെയ്യുക, എങ്കിൽ മാത്രമേ കൂടുതൽ പണം ലഭിക്കൂ എന്ന് അവൾ ഉറച്ചു പറഞ്ഞു. അങ്ങനെ 2017 മുതൽ രാജശേഖർ ആ വീട്ടിലില്ലാതെയായി. ഭർത്താവ് വിദേശത്തേക്ക് പോയി എന്ന് സുധ എല്ലാവരോടും പറഞ്ഞു. സുധയുടെ സഹോദരനായ രവി, രാജശേഖരന്റെ സഹോദരൻ, എല്ലാവരും അയാൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ ഭർത്താവ് ജോലിക്കായി വിദേശത്തേക്ക് പോയി എന്നും സുധ മറുപടി നൽകി. ഗ്രാമവാസികളും അത് വിശ്വസിച്ചു. പക്ഷേ വിദേശത്തേക്ക് പോയി ജോലി ചെയ്യുന്നവർ കുറച്ച് മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷമെങ്കിലും കുടുംബത്തെ കാണാൻ നാട്ടിലേക്ക് എത്താറുണ്ട്. പക്ഷെ രാജശേഖർ ഒരിക്കൽ പോലും തിരികെ വന്നിട്ടേയില്ല. രവിക്ക് ഇതിൽ എന്തോ ഒരു സംശയം തോന്നി. ഫോൺ ചെയ്താലും ബന്ധപ്പെടാൻ കഴിയില്ല എന്നായിരുന്നു സുധയുടെ മറുപടി. തുടർന്ന് ഈ രവിയും സുധയും ചേർന്ന് വിദേശത്തേക്ക് പോയ ഭർത്താവിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അദ്ദേഹത്തെ കുറിച്ചുള്ള യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്ന് പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അന്വേഷണം തുടങ്ങി. പക്ഷേ രാജശേഖരന്റെ ലൊക്കേഷൻ, അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും പോലീസിന് കണ്ടെത്താനായില്ല. കുറച്ചു കാലത്തിന് ശേഷം രവിയും തന്റെ ജോലി ആവശ്യത്തിനായി വിദേശത്തേക്ക് പോയി. സുധ തന്റെ മകനെ മറ്റൊരു സ്ഥലത്തെ ഹോസ്റ്റലിൽ ചേർത്ത് പഠിപ്പിച്ചു. അവളുടെ അവസ്ഥ കണ്ട ഗ്രാമവാസികളൊക്കെ അവളോടൊരു കരുണ തോന്നാൻ തുടങ്ങി. ഭർത്താവ് ഉപേക്ഷിച്ചു പോയ സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കുന്നു, പാവമാണ് എന്നൊക്കെ അവളോട് കരുണ തോന്നി. പക്ഷെ വർഷങ്ങൾ പിന്നിട്ടപ്പോൾ സുധയുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ഗ്രാമക്കാർ ശ്രദ്ധിച്ചത് ഭർത്താവിന്റെ ചില കൂട്ടുകാരുമായി അവൾ അടുപ്പത്തിലായിരുന്നു, വളരെ അടുത്ത ബന്ധത്തിലായിരുന്നു.
ഇതൊരു സാധാരണ സൗഹൃദം പോലെ അവർക്ക് തോന്നിയില്ല. അവൾക്ക് ഭർത്താവില്ലാത്തതിൽ യാതൊരു ദുഃഖമോ വിഷമമോ മുഖത്തില്ലായിരുന്നു. മറിച്ച് അവൾ നല്ല സന്തോഷത്തിലാണ്. ഇങ്ങനെയൊക്കെയാണ് ആളുകൾ സംസാരിച്ചിരുന്നത്. ഇതിനിടെ വിദേശത്തേക്ക് ജോലിക്ക് പോയ രവി നാട്ടിലേക്ക് എത്തി. ഗ്രാമക്കാർ ഈ സുധയുടെ പുതിയ പെരുമാറ്റത്തെക്കുറിച്ചൊക്കെ രവിയോട് പറഞ്ഞു. അപ്പോഴാണ് രാജശേഖർ വിദേശത്തേക്ക് പോയതാണോ, അല്ലെങ്കിൽ സുധ തന്റെ സഹോദരനെ എന്തെങ്കിലും ചെയ്തോ എന്നുള്ള സംശയം രവിക്ക് വരാൻ തുടങ്ങി. സുധ പല പുരുഷന്മാരോടും അടുപ്പം കാണിക്കുന്നത് അവൻ ഇഷ്ടപ്പെട്ടേയില്ല. ഒടുവിൽ സഹിക്കാൻ കഴിയാതെ ഒരു ദിവസം രവി സുധയോട് നേരിട്ട് തന്നെ ചോദിച്ചു, രാജശേഖർ ശരിക്കും വിദേശത്തേക്ക് പോയതാണോ, അല്ലെങ്കിൽ നീ തന്നെ എന്തെങ്കിലും ചെയ്തോ? നിന്റെ പെരുമാറ്റമൊന്നും ശരിയല്ല, എനിക്കെന്തോ സംശയം തോന്നുകയാണ് എന്ന്. രവി സുധയോട് ഇങ്ങനെ ചോദ്യം ചെയ്തു പോയതിനു ശേഷം ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രവി റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചില അപരിചിതരായ വ്യക്തികൾ വന്ന് അയാളെ തട്ടിക്കൊണ്ടുപോയി. തന്നെ രക്ഷിക്കാനുള്ള രവിയുടെ ശ്രമങ്ങളൊന്നും ഫലിച്ചില്ല. ആളുകൾ അധികം താമസമില്ലാത്ത ഒരിടത്തേക്ക് അവനെ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി. സുധയോട് ഇനി രാജശേഖരന്റെ കാര്യം ചോദിച്ച് നീ ചോദ്യം ചെയ്യാൻ പാടില്ല, ചെയ്താൽ നിന്നെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഈ ഒരു ഭീഷണിപ്പെടുത്തലിന് ശേഷം രവിക്ക് ഒരു കാര്യം വ്യക്തമായി, രാജശേഖരൻ വിദേശത്തേക്ക് പോയിട്ടില്ല. അവന് എന്തോ ഒരു ഭീകരത നാട്ടിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിൽ സുധയ്ക്ക് എന്തോ പങ്കുണ്ടെന്ന് മനസ്സിലായി. ഉടൻ തന്നെ രവി തക്കലയിലെ പോലീസ് സ്റ്റേഷനിൽ ചെന്നൊരു പരാതി നൽകി. ഈ പരാതിയെ തുടർന്നാണ് 2018 ഫെബ്രുവരി മാസം 17 പോലീസ് സുധയുടെ വീട്ടിലേക്ക് എത്തിയത്. അവിടെ നിന്നാണ് മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളും പുറത്തു വന്നത്. സത്യത്തിൽ രാജശേഖരന് ആൽവിൻ, അനിലിൻ, ഷിബു എന്ന 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഇവർ രാജശേഖരനെ കാണാൻ വീട്ടിലേക്ക് വരുന്നതും പതിവായിരുന്നു. മൂവരും വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എന്നാൽ ഈ സൗഹൃദത്തിനപ്പുറം ഒരു ദ്രോഹം മറഞ്ഞിരിക്കുകയായിരുന്നു. ആൽവിനും സുധയ്ക്കും തമ്മിൽ രഹസ്യമായ ഒരു ബന്ധമുണ്ടായിരുന്നു. അതൊരു തെറ്റായ ബന്ധമായി തന്നെ വളർന്നു വന്നു. ഈയൊരു രഹസ്യം പിന്നീട് ആൽവിൻ, ഷിബുവും അറിഞ്ഞു. എങ്കിലും ഇവരുടെ ഈ ഒരു രഹസ്യമായ തെറ്റായ ബന്ധം വർഷങ്ങളോളം തുടരുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ ആൽവിന്റെ വീട്ടുകാർ അവന് വിവാഹം ആലോചിക്കാൻ തുടങ്ങി. അതിനാൽ ആൽവിൻ ക്രമേണ സുധയിൽ നിന്നും ഇങ്ങനെ അകലാൻ തുടങ്ങി. അവസാനം പൂർണ്ണമായും അവർ തമ്മിലുള്ള രഹസ്യബന്ധം വിച്ഛേദിച്ച് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആൽവിൻ വിദേശത്തേക്ക് പോയി. ഇത് സുധയെ മാനസികമായി വല്ലാതെ തളർത്തി. ആ സമയം അവളെ ആശ്വസിപ്പിക്കാൻ മുന്നോട്ട് വന്നത് ആൻലിൻ, ഷിബു ആയിരുന്നു. ആൽവിൻ വിട്ടുപോയ ബന്ധം ഷിബു ആണ് പിന്നീട് തുടരാൻ തുടങ്ങിയത്. പക്ഷെ ദിവസവും ജോലി കഴിഞ്ഞ് രാജശേഖർ വീട്ടിലേക്ക് എത്തുമ്പോൾ ഷിബുവിനും സുധയ്ക്കും തമ്മിൽ ഈ രഹസ്യബന്ധം തുടരാൻ ബുദ്ധിമുട്ടായി മാറി. അതുകൊണ്ട് ഒരു ദിവസം സുധ രാജശേഖരനോട് പറഞ്ഞു, നിങ്ങൾ ഇനി വിദേശത്തേക്ക് പോയി ജോലി ചെയ്താൽ മതി. നാട്ടിൽ ജോലി ചെയ്തിട്ട് ഒന്നും തന്നെ കിട്ടുന്നില്ല. ദിവസവും വീട്ടിലെ ചിലവുകൾ നോക്കാൻ പോലും പണം തികയുന്നില്ല. വിദേശത്തേക്ക് പോയി ജോലി നോക്കിയാൽ മാത്രമേ നമുക്ക് ഒരുപാട് പണം സമ്പാദിക്കാൻ കഴിയൂ എന്ന് പറഞ്ഞു. പണത്തിന് വേണ്ടിയാണ് തന്നെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത് എന്നാണ് രാജശേഖർ ആദ്യം കരുതിയത്. പക്ഷെ ഒരു ദിവസം സത്യം കണ്ടുപിടിച്ചു. ജോലി കഴിഞ്ഞ് രാജശേഖർ തന്റെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആൻലിൻ, ഷിബു തന്റെ വീടിനുള്ളിലുണ്ടെന്ന് മനസ്സിലായി. സുഹൃത്ത് തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയ രാജശേഖർ തകർന്നുപോയി. അന്നത്തെ ദിവസം തന്നെ അദ്ദേഹം സുധയെ ചോദ്യം ചെയ്തു. ഷിബുവുമായുള്ള സൗഹൃദം ഇനി തുടരുതെന്നും പറഞ്ഞു. അവരുടെ ഈ രഹസ്യബന്ധം പുറത്തു വന്നതോടെ രാജശേഖരനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയൂ എന്ന് സുധയും ഷിബുവും തീരുമാനിച്ചിരുന്നു. ഈ തീരുമാനം അതിവേഗത്തിലുള്ളൊരു വികാരമായിരുന്നില്ല. അതിസൂക്ഷ്മമായി ആലോചിച്ചെടുത്ത വളരെ ക്രൂരമായ ചതി പദ്ധതിയായിരുന്നു. ഫെബ്രുവരി മാസം 9 ആ പദ്ധതി നടപ്പിലാക്കാൻ അവർ തീരുമാനിച്ചു. അന്നത്തെ ദിവസം വൈകുന്നേരം രാജശേഖർ കുടിക്കുന്ന ബിയർ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അതിൽ സുധ 3 ഉറക്ക ഗുളികകൾ കലർത്തി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയ രാജശേഖർ ഫ്രിഡ്ജിലുണ്ടായിരുന്ന ബിയർ എടുത്തു കുടിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തിന് മയക്കം വന്നു. അദ്ദേഹം പൂർണ്ണമായും ബോധരഹിതനായപ്പോൾ സുധയും ഷിബുവും ചേർന്ന് അവർ പദ്ധതിയിട്ട പ്രകാരം ഇലക്ട്രിക് വയർ ഉപയോഗിച്ച് ശരീരത്തിൽ കറണ്ട് അടുപ്പിച്ചു. മരണകാരണം ഹൃദയാഘാതം അല്ലെങ്കിൽ അപകടം എന്ന രീതിയിൽ തോന്നിക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷെ പലതവണ ഷോക്ക് കൊടുത്തിട്ടും രാജശേഖർ മരിച്ചില്ല. ഇതവർക്ക് ഭയം, നിരാശ, വല്ലാത്ത ദേഷ്യം എല്ലാം തോന്നിപ്പിച്ചു. തുടർന്ന് അനിലിൻ, ഷിബു ഒരു അരിവാളെടുത്ത് മയങ്ങിക്കിടന്നിരുന്ന രാജശേഖരന്റെ മുഖത്ത് തന്നെ വെട്ടി. അതും മതിയാകാതെ സുധയും ഷിബുവും ചേർന്ന് ഒരു തലയണ കൊണ്ട് രാജശേഖരന്റെ മുഖത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നു. അദ്ദേഹം മരിച്ചുവെന്ന് ഉറപ്പായപ്പോൾ മുൻപ് തയ്യാറാക്കിയ പദ്ധതി പ്രകാരം രാജശേഖരന്റെ മൃതദേഹം വീടിന് പിന്നിലെ സെപ്റ്റിക് ടാങ്കിനുള്ളിൽ തള്ളിയിട്ട് അത് മൂടി. അയാൾ വിദേശത്തേക്ക് ജോലി ചെയ്യാൻ പോയി എന്നൊക്കെയായിരുന്നു ചോദിച്ചവരോടൊക്കെ സുധ പറഞ്ഞത്. പലരും അത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ അയാളെ കൊന്ന് അടക്കം ചെയ്തിട്ടുണ്ടെന്ന ആ മറഞ്ഞ രഹസ്യത്തിന്റെ മുകളിലായിരുന്നു പിന്നീടുള്ള വർഷങ്ങൾ സുധ വളരെ സാധാരണ ജീവിതം നയിച്ചത്. എന്നാൽ സത്യമെല്ലാം പോലീസ് കണ്ടെത്തി.
സുധയെല്ലാം സമ്മതിച്ച അതേ ദിവസം തന്നെ തക്കലെ പോലീസിന്റെ സാന്നിധ്യത്തിൽ സുധയുടെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പൊളിച്ചു. അതിനുള്ളിലുണ്ടായിരുന്ന രാജശേഖരന്റെ എല്ലിൻ കഷ്ണങ്ങൾ അസ്ഥികൂടം പുറത്തേക്കെടുത്തു. അടുത്ത് തന്നെ ആഡ്ലിൻ ഷിബുവിനെയും സുധയെയും പോലീസ് അറസ്റ്റും ചെയ്തു. തുടക്കത്തിൽ എല്ലാം സമ്മതിച്ച സുധ 2 വർഷത്തിന് ശേഷം വീണ്ടും കഥ മാറ്റാൻ തുടങ്ങി. ആ അസ്ഥികൂടം എന്റെ ഭർത്താവിൻ്റെതല്ല, അദ്ദേഹം ഇപ്പോഴും വിദേശത്ത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തേക്കെടുത്ത ഈ എല്ലിൻ കഷ്ണങ്ങൾ അസ്ഥികൂടം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പരിശോധനാ ഫലത്തിൽ അറിയാൻ കഴിഞ്ഞത് അവ രാജശേഖരന്റെ തന്നെയാണ് എന്നാണ്. തുടർന്ന് രണ്ടുപേരെയും നാഗർകോവിലുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഇപ്പോഴും ഇരുവരും ജയിലിൽ തന്നെയാണ്. ഈ ഒരു കഥ നമുക്ക് നൽകുന്ന ഒരു പാഠം: തെറ്റായ ആഗ്രഹങ്ങൾ, നേരെയല്ലാത്ത ജീവിതം, ഇതൊന്നും വെച്ചുകൊണ്ട് ആർക്കും സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. ഭർത്താവും ഭാര്യയും തമ്മിൽ ഉണ്ടാകുന്ന വഴക്കുകൾ, പണപ്രശ്നങ്ങൾ, ഇവയെല്ലാം തുറന്നു പറഞ്ഞ് പരിഹരിക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ ദ്രോഹത്തിന്റെ വഴിയെ പോയാൽ അതിന്റെ അന്ത്യം എപ്പോഴും ഭീകരം തന്നെയായിരിക്കും. ഒരു ചുരുങ്ങിയ നിമിഷത്തിലെ തെറ്റായ ബന്ധം അല്ലെങ്കിൽ ഒരു തെറ്റായ സുഖത്തിന് വേണ്ടി ഒരു ജീവിതം മുഴുവൻ നിങ്ങൾ തകർത്തേക്കാം. പക്ഷെ അവസാനം സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. ഇത് ഈ ഒരു സംഭവത്തിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ കേസുകളെക്കുറിച്ച്, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത കേസുകളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പോകുന്നതിന് മുൻപായി ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും ഒക്കെ ആയിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ ചാനലും ഈ വീഡിയോസിനൊക്കെ കൊണ്ടെത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.